പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഞങ്ങൾ നട്ട തൈകളിൽ നിന്നാണ് നാളത്തെ തിരുവോണത്തിന് പൂക്കൾ ഇറുക്കുന്നത്. ഇവിടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അത്തപ്പൂക്കളം ഇടാനുള്ള പൂക്കൾ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയേറെ ഒരു അതിയായ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൂ പറിക്കുകയും അതുപോലെ കടകളിൽ നിന്നുമൊക്കെ വാങ്ങിച്ചാണ് അത്തപ്പൂ ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നെന്തെങ്കിലും നമ്മളുടെ പൂ തന്നെയാണ് ഇന്നത്തെ ഇവിടുത്തെ അത്തം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ നേർന്നുകൊണ്ട് ഈ പൂ ഇറുക്കുകയാണ്. ഇവിടുത്തെ ഫസ്റ്റ് പൂ ഇത് നല്ല വലിപ്പമുള്ള പൂവാണ്, ബന്ദിപ്പൂവാണ്. എല്ലാവരും കാണാമല്ലോ, യെല്ലോ ആണ്. ഇനി അടുത്തത് ഓറഞ്ചാണ് മുറിക്കുന്നത്. പൂക്കളെല്ലാം കട്ട് ചെയ്യുവാണ്. പൂക്കളെല്ലാം നമുക്ക് വളരെയേറെ സന്തോഷത്തോടെ പൂക്കൾ ഒരുക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. 78ാം ദിവസമാണ് ഇന്ന്. ഇത് വെച്ചിട്ട് 78ാം ദിവസം നമുക്ക് അതിയായ സന്തോഷത്തോടെ നല്ല പൂക്കൾ, ഒരു വാടാത്ത വളരെയേറെ ഫ്രഷ്. ഇപ്പോൾ ഏകദേശം 6:30 സമയമായിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. നാളത്തെ അത്തത്തിന് നല്ല പൂക്കൾ തന്നെ വേണം എന്ന് ഒരു നിർബന്ധമുള്ളതിനാലാണ് ഇന്നത്തെ ഈ പൂക്കളൊക്കെ നമ്മൾ എടുക്കുന്നത്. നല്ല ഫ്രഷോട് കൂടിയാണ് ഈ പൂവൊക്കെ. ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല, അത്രയ്ക്കും വലിയ പൂക്കൾ. 40 ഗ്രാമിനടുത്ത് ഈ പൂ വരുന്നുണ്ട്. ഇത്രയ്ക്കും നല്ല അടിപൊളി പൂവാണ്. യെല്ലോയും അതുപോലെ തന്നെയാണ്. നമുക്ക് 2 പൂ വെച്ച് കഴിഞ്ഞാൽ ഓരോ അത്തത്തിൻ്റെ സെൻറ്റർ തന്നെ കിട്ടാൻ സാധ്യത. അത്രയ്ക്കും വലിയ എല്ലാ പൂക്കളും ഇറുക്കുകയാണ്. ഞങ്ങളുടെ പൂക്കളെല്ലാം നമുക്ക് കാണാം. അതിനുശേഷം ഇന്ന് രാത്രി അത്തമിട്ട് നാളത്തെ അത്തം കൂടി കാണിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ശേഖരിച്ച പൂക്കളാണ്. ഇത് കുറച്ച് നമ്മൾ മുറിച്ചിട്ടുള്ളത്. ഒരു വീട്ടിലെ അത്തത്തിന് ഇത് തന്നെ ധാരാളമാണ്. ഇത് മാർക്കറ്റിൽ ഏകദേശം 400 രൂപ വില, ഇന്നത്തെ വില വന്നിരിക്കുകയാണ്. ആലപ്പുഴ മാർക്കറ്റിൽ ബന്ദിപ്പൂ 400 രൂപ ഈ സമയത്ത് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഒരുപാട് പൂക്കളുണ്ട്. എന്തെങ്കിലും നല്ലൊരു അത്തം നമുക്ക് നാളെ സമ്മാനിക്കാനായിട്ട് കഴിയും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്.